ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ, 2 തിരുവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനം വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവൻ ഭയന്ന് കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദയായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ ദൈവഭയമില്ലാത്തൊരു ജീവിതത്തിന്റെ ഉടമയാണോ നീ? ദൈവഭയമില്ലാതെ, ദൈവത്തെയും മനുഷ്യനെ ഭയപ്പെടാതെ ഇത് തോന്നിയാസത്തിന്റെ ജീവിതമായി കഴിയുന്ന ഒരു വ്യക്തിയാണോ നീ? പ്രാർത്ഥനയും ആത്മീയതയുമില്ലാതെ ഈ ലോകത്തിന്റെ പിടിയിൽപ്പെട്ട് അമർന്ന് നാശത്തിന്റെ വഴിയിലൂടെ ചരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാണോ നീ? കർത്താവ് ഇന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവിനെ ഭയപ്പെടുന്നവൻ കർത്താവിലേക്ക് തിരിയും, കർത്താവിനെ അന്വേഷിക്കും, കർത്താവിനെ രക്ഷിതാവും ദൈവവുമായി സ്വീകരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സാധ്യമാകുക ഉപവാസത്തിലൂടെയാണ്. ഉപവാസം മഞ്ഞുമലയെ ഉരുക്കിക്കളയുന്നതിന് തുല്യമാണ്. ഉപവാസം കെട്ടുകൾ അടിക്കും, ഉപവാസം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഉപവാസം മനുഷ്യബുദ്ധിയിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം കടന്നു വരാൻ ഉപവാസം കാരണമാക്കി മാറ്റുമെന്ന് ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി മുതൽ വചനഭാഗങ്ങളിലൂടെ നമ്മളെ കാണിക്കുന്ന ഒരു കാര്യം, ഉപവാസത്തിന് ശക്തിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഉപവാസത്തിന് ഇത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകും. കർത്താവ് ഇന്ന് നിന്നെ ഉപവാസ ജീവിതത്തിലേക്ക് വിളിക്കുക. ഉപവാസത്തിന്റെ അരൂപിയെ നിറയപ്പെടാൻ കർത്താവ് ഇന്ന് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വളരെ പ്രത്യേകം കർത്താവേ ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്നു. ദൈവഭയമില്ലാതെ കഴിയുന്ന മക്കളോട് നീ കരുണ കാണിക്കണമേ കർത്താവേ. ദൈവഭയമില്ലാതെ പാപത്തിലും തിന്മയിലും അന്ധകാരത്തിന്റെ പിടിയിൽപ്പെട്ട് മക്കളുടെ മേൽ നിന്റെ കരമുയർത്തണമേ. ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് കടന്നു വരാൻ പറ്റാത്ത ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. ഉപവാസത്തിന്റെ അരൂപിയാൽ നിന്റെ മക്കളെ ഇപ്പൊ അഭിഷേകം ചെയ്യണമേ. ഇത് ജീവിക്കാൻ പറ്റാത്ത ഓരോ മകന്റെ മകളുടെ മേലുള്ള അന്ധകാരത്തിന്റെ ഈ ലോകത്തിന്റെ സകല സ്വാധീനങ്ങളും യേശുനാമത്തിൽ വിട്ടൊഴിയട്ടെ, വിട്ടുമാറി പോകട്ടെ, വിട്ടുവപ്പിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നും ഇന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം ഈശോയെ. മദ്യത്തിലും മയക്കമരുന്നിലും അടിമപ്പെട്ടു പോയ മക്കളുടെ ഇപ്പോൾ ഒരു ശക്തി അയച്ച് ഒരു വിട്ടുവീഴ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വേദനിക്കുന്ന ഇതുപോലെ വേദനിക്കുന്ന കുടുംബങ്ങള്, അതുപോലെ സമൂഹങ്ങളെ കർത്താവേ തൊട്ട് അനുഗ്രഹിക്കണമേ. അവിടുന്ന് വിട്ടുതൽ കൊടുക്കണമേ. മദ്യത്തിന്റെ മയക്കമരുന്നിന്റെ പിടിയിൽ നിന്ന് അമർന്നു പോയ ഈ തലമുറയെ ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് വിട്ടുവീഴ്പിക്കണമേ, ശക്തി അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന,